എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും കോപ്പറേറ്റീവ് വേ കേരളയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്കിന്ന് ഒരുപാട് സന്തോഷമുള്ളൊരു ദിവസമാണ് അല്ലേ? കാര്യം കേരള ബാങ്കിൻ്റെ നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. കേരള ബാങ്ക് ക്ലർക്ക് ക്യാഷ് തസ്തികയുടെ നോട്ടിഫിക്കേഷൻ കഴിഞ്ഞ ഏപ്രിൽ 1 റിലീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അന്ന് ഈ പറഞ്ഞതുപോലെ കേരള ബാങ്കിൻ്റെ അല്ലെങ്കിൽ DCB ഉണ്ടായിരുന്ന സമയത്തെ എക്സാം നടന്നിട്ട് അതിൽ നിന്ന് റിക്രൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരള ബാങ്കിൻ്റെ രൂപീകരണം നടക്കുകയും അതിലോട്ട് ആളുകളെ എടുക്കാതാവുകയും ചെയ്യുന്നത്. അങ്ങനത്തെ സാഹചര്യത്തിൽ അവർ കേസ് പോയിട്ടുണ്ടായിരുന്നു. ആ കേസ് നിലവിൽ ഇരിക്കുകയായിരുന്നു. കേരള ബാങ്ക് എന്ത് ചെയ്തത്? നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യാൻ PSIയോട് പറഞ്ഞത്. അതിന് മേലെയാണ് സ്റ്റേ ഉണ്ടായത്. അപ്പം ആ സ്റ്റേക്കെതിരെ PSIയും ഈ പറഞ്ഞതുപോലെ കേരള ബാങ്കിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളും ചേർന്ന് കോടതിയിൽ പോവുകയും അതിൻ്റെ ഫലമായിട്ട് സ്റ്റേ പിൻവലിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമാണ്. ആദ്യം അങ്ങനെ മുൻകൈ എടുത്ത് PSI ഉദ്യോഗാർത്ഥികൾ, നമ്മുടെ കേരള ബാങ്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾ മുൻകൈ എടുത്ത് അത്തരം സ്റ്റേ ഒഴിവാക്കി തന്നതിന് അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രയത്നിച്ചതിന് ഒരുപാട് സന്തോഷം. കോപ്പറേറ്റീവ് വേ കേരളയുടെ ഒരുപാട് നന്ദി അറിയിച്ചുകൊള്ളുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ കേരള ബാങ്ക് തസ്തികയിലോട്ട് നിങ്ങൾക്കറിയാം, നിലവിൽ ഇപ്പോൾ ഇതിനകത്ത് നോട്ടിഫിക്കേഷൻ പ്രകാരം 115 വേക്കൻസീസാണ് കൊടുത്തിട്ടുള്ളത്. 115 വേക്കൻസീസ്. 115 വേക്കൻസി എന്ന് പറയുന്നത് നിലവിൽ കേരള ബാങ്ക് രൂപീകരിച്ചതിന് ശേഷം ഇതുവരെ പരീക്ഷ വിളിച്ചിട്ടുള്ളതാണ് വാസ്തവം. അപ്പം ഇത്രയും നാളത്തെ വേക്കൻസി ഉണ്ട്. അതിന് പുറമെ ഇനി അടുത്ത 3 വർഷത്തേക്കാണ് ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാനും പോകുന്നത്. വരാൻ പോകുന്ന നാളുകൾ ഉണ്ടാകുന്ന വേക്കൻസിയും കൂടെ ഈ ലിസ്റ്റിൽ നിന്നായിരിക്കും നികത്തുന്നത്. അതുകൊണ്ട് 115 എന്ന് പറയുന്നത് സൊസൈറ്റി കാറ്റഗറി പോയിട്ടുള്ള വേക്കൻസിയാണ് പറയുന്നത്. എന്നിരുന്നാലും നല്ലൊരു ശതമാനത്തിന് ഈ ലിസ്റ്റിൽ നിന്ന് ആളെ എടുക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ എക്സാമിന് തയ്യാറെടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ലിസ്റ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഈ കേരള ബാങ്ക് ക്ലർക്ക് എന്ന് പറഞ്ഞ ജോലിയിലോട്ട് നിങ്ങൾക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളത് ഞാൻ 100% വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി കേരള ബാങ്കിൻ്റെ നമ്മുടെ പരീക്ഷ വരുന്നത് വരെ നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള സഹായങ്ങളും ഞങ്ങളാൽ കഴിയുന്ന രീതിയിൽ കോപ്പറേറ്റീവ് വേ കേരള ചെയ്യുന്നതായിരിക്കും. അതിനായിട്ട് നിങ്ങളൊന്നും ചെയ്യേണ്ട, ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യുക. കേരള ബാങ്കിൻ്റെ ക്ലർക്കിൻ്റെ പരീക്ഷ വരുന്ന കാലയളവ് വരെ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാത്രി നമ്മുടെ ഇൻസ്ട്രക്ഷൻസ് പ്രകാരം നമ്മൾ തരുന്ന ടോപ്പിക്കിൻ്റെ ചെറിയൊരു പോർഷൻ നിങ്ങൾ എക്സാം എഴുതി നോക്കൂ. നിങ്ങൾക്ക് വരുന്ന ദിവസങ്ങളിൽ ഡെയിലി എക്സാം എഴുതുന്നതിലൂടെ നിങ്ങൾക്ക് നല്ലൊരു ചേഞ്ച് ഉണ്ടാകും. ഓക്കെ, നമുക്കറിയാം നിങ്ങൾ പലരും പല ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ പഠിക്കുന്നവരായിരിക്കും. പക്ഷേ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പുറമെ ഞങ്ങളാൽ കഴിയുന്ന രീതിയിലൊരു ചെറിയ സഹായം എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി കൃത്യമായ ഒരു മാതൃക അറിയാത്തവർ കാണും, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടതെന്ന് വ്യക്തമല്ലാത്തവർ കാണും. അവരെയും കൂടെ നമ്മളോടൊപ്പം കൊണ്ടുവരും. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സോട് കൂടിയാണ് നിങ്ങൾ കേരള ബാങ്ക് ക്ലർക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ജോലി കിട്ടിയിരിക്കും. അതിലൊരു സംശയവും നിങ്ങൾക്ക് വേണ്ട. അപ്പോൾ തയ്യാറെടുക്കുക എന്ന് പറയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് വേണ്ടിയുള്ള എല്ലാ സഹായങ്ങളും നിങ്ങൾക്ക് ഏതൊക്കെ ഭാഗങ്ങളാണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമാക്കിയാൽ ഉറപ്പായിട്ട് ആ ഭാഗങ്ങളിൽ നിന്നുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂട്യൂബ് ചാനൽ കൃത്യമായി ഫോളോ ചെയ്യുക, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. ഇൻസ്റ്റാഗ്രാമിലും ടെലഗ്രാമിലും കോപ്പറേറ്റീവ് വേ കേരളയുടെ ചാനൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് അതിൻ്റെ ലിങ്കുകൾ ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ഉദ്ദേശിച്ചത് മറ്റൊന്നുമല്ല. നിങ്ങൾക്കറിയാം, ഈ കേരള ബാങ്കിൻ്റെ സ്കേപ്പയിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, 20,280 മുതൽ 54,720 രൂപയാണ് ബേസിക് പേ എന്ന് പറയുന്നത്. ഒരു കേരള ബാങ്ക് എന്ന് പറയുന്നത് RBIയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു ഷെഡ്യൂൾഡ് ബാങ്കാണ്. ഇവരുടെ അലവൻസ് എന്ന് പറയുന്നത് മറ്റ് IBPS വഴി നമുക്ക് ലഭിക്കുന്ന ജോലികൾ പോലെ തന്നെ ഇവരുടെ അലവൻസ് വ്യത്യസ്തമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബേസിക് പേയ്ക്ക് പുറമെ നല്ലൊരു അലവൻസോട് കൂടിയുള്ള ശമ്പളമായിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. സാലറിഡ് പോസ്റ്റാണ് ഇത് കേരള ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ അത് മറ്റൊരു കാര്യം. ഇനി നിങ്ങൾക്ക് വേറൊരു കാര്യം, ഇതിൽ ഒരുപാട് പേർക്ക് സംശയമുള്ളത് കേരള ബാങ്കിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കാം, ക്ലർക്ക് കാഷ്യറിൻ്റെ സിലബസ് എങ്ങനെയായിരിക്കാം എന്നൊരു സംശയം നിങ്ങൾക്ക് എല്ലാവർക്കും കാണും. അപ്പം പല ഇൻസ്റ്റിറ്റ്യൂഷൻസും അല്ലെങ്കിൽ പല അധ്യാപകരും പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ചിലർ പറയുന്നത് ജൂനിയർ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ പരീക്ഷയുടെ കൂടെ കേരള ബാങ്കിൻ്റെ പരീക്ഷ നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ KRF അസിസ്റ്റന്റിന്റെ കൂടെ LD ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റി നടത്തുന്നത് പോലെ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടറിന്റെ കൂടെ നമുക്ക് എന്ത് നടത്താൻ ചാൻസ് ഉണ്ട്? കേരള ബാങ്ക് ക്ലർക്ക് നടത്താൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പം എൻ്റെതായ ഒരു അനുമാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഈ വരുന്ന ഏപ്രിൽ 23 നടക്കുന്ന KRFന്റെ അതേ സിലബസ് തന്നെയായിരിക്കും നിങ്ങൾക്ക് കേരള ബാങ്കിൻ്റെ സിലബസ് വന്നു. ഞാൻ അങ്ങനെ പറയുന്നതിന് ഒരു കാര്യമുണ്ടെന്ന് കൂട്ടിക്കോ. മറ്റൊന്നുമല്ല, കേരള ബാങ്കിൻ്റെ സിലബസ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്നറിയത്തില്ല. ഈ ഏപ്രിൽ മാസത്തുള്ള PSI നോട്ടിഫിക്കേഷൻ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലായി കാണും. ഈ KRF അസിസ്റ്റന്റ് പരീക്ഷയുടെ കൂടെ തന്നെ മറ്റൊരു പരീക്ഷയാണ് LD ക്ലർക്ക് അപ്പെക്സ് സൊസൈറ്റി.
അതേ ദിവസം തന്നെയാണ് NCA കാറ്റഗറിയിൽ പെടുന്ന ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, അതായത് നിലവിലെ കേരള ബാങ്കിൻ്റെ ക്ലർക്ക് കാഷ്യർ പരീക്ഷ നടക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതേ സിലബസിൽ തന്നെയാണ് അവർക്കും ഈ പരീക്ഷ നടക്കുന്നത്. 2024 നടക്കുന്ന NCA കാറ്റഗറി വിഭാഗത്തിൽപ്പെട്ട കേരള ബാങ്ക് ക്ലർക്ക് കാഷ്യർ പരീക്ഷയുടെ സിലബസ് നമ്മൾ പഠിക്കുന്ന KRFED സിലബസിന് തുല്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ജനറൽ കാറ്റഗറിക്കും എന്തുകൊണ്ട് ആ സിലബസ് ആയിക്കൂടാ? അങ്ങനെ ചിന്തിക്കാനുള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്, അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കുന്നവർക്ക് നമുക്ക് ആ രീതിയിൽ ചിന്തിക്കാം. ഇത് വെറും എൻ്റെ ഒരു നിഗമനം മാത്രമാണ്, ഇങ്ങനെയും നമുക്ക് സിലബസ് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത്. അപ്പോൾ അത് മനസ്സിൽ കാണുക. അതേപോലെ തന്നെ ഏപ്രിൽ 23 തയ്യാറെടുക്കുന്ന KRFED അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക്, നമ്മുടെ ടെലഗ്രാം ചാനൽ ഫോളോ ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, നമ്മുടെ ഡെയിലി 9 മണിക്ക് രാത്രി ടെലഗ്രാം ചാനൽ എക്സാം നടത്തുന്നുണ്ട്. KRFED അസിസ്റ്റൻറ്റ് കഴിഞ്ഞാൽ കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ കേരള ബാങ്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള മാതൃകാ ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ MCQ സെക്ഷൻ ആയിരിക്കും നടത്താൻ പോകുന്നത്. അതോടൊപ്പം ഏപ്രിൽ 12 തന്നെ KRFED അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി മൊഡ്യൂൾ വൈസിൽ നമ്മളൊരു PQ സെക്ഷൻ ചെയ്യുന്നുണ്ട്. അതായത് ഇതുവരെ ചോദിച്ചിട്ടുള്ള മുൻകാല വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ മൊഡ്യൂൾ അനുസരിച്ചുള്ള മാതൃകാ ചോദ്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 1000-ലധികം വരുന്ന MCQ സെക്ഷനിലുള്ള ഒരു PDF നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. ഈ PDF വേണമെന്നുള്ളവർ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അപ്പം ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ അഡ്മിന് നിങ്ങൾ എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കുക, നിങ്ങൾക്ക് PDF ആവശ്യമാണെന്നുണ്ടെങ്കിൽ PDFിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മുടെ ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വരുന്ന ഏപ്രിൽ 12 ആയിരിക്കും ടെലഗ്രാം ചാനലിൽ എന്ത് ചെയ്യുക, PDF വേണമെന്നുള്ളവർ എന്ത് ചെയ്യുക, മെസ്സേജ് ഇടുക. നമുക്കിനി നോട്ടിഫിക്കേഷനിലോട്ട് വരാം. ജനറൽ കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത്, പരീക്ഷ വിളിച്ചിട്ടുള്ളത്. ജനറൽ കാറ്റഗറി, സൊസൈറ്റി കാറ്റഗറി ഉണ്ട്. ഇതിൽ 115 വേക്കൻസിയാണ് വിളിച്ചിട്ടുള്ളത്. സ്കേപ്പയിൽ എന്ന് പറഞ്ഞത് 20,280 ആണ്. ക്ലർക്ക് കാഷ്യർ എന്ന തസ്തികയിലായിട്ടാണ് നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത്. പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സ് മുതൽ 40 വയസ്സ്, അതായത് 2006 2006 18 വയസ്സ് പൂർത്തിയായവർക്ക് വരെ എന്ത് ചെയ്യാം, പരീക്ഷയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ്. ക്ലിയർ ആണല്ലോ. SC ST കാറ്റഗറിയിലുള്ളവർക്കും എലിജിബിൾ ആണ്. അവർക്ക് ഏജ് റിലാക്സേഷനെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് കൊമേഴ്സിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ആർട്സ് സബ്ജക്റ്റിൽ മാസ്റ്റർ ഡിഗ്രി എടുത്തവർക്ക് വിത്ത് കോപ്പറേഷനോട് കൂടി ഒരു സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്. അതായത് കൊമേഴ്സിൽ അല്ലെങ്കിൽ മാസ്റ്റർ ഡിഗ്രിയിൽ ആർട്സ് വിത്ത് കോപ്പറേഷൻ എന്താണ്, സ്പെഷ്യൽ സബ്ജക്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ HDC ആൻഡ് BM, അതുപോലെ തന്നെ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലെ BSc കോപ്പറേഷൻ ആൻഡ് ബാങ്കിങ് സബ്ജക്റ്റ്, JDC തുടങ്ങിയ കോഴ്സുകൾ കംപ്ലീറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് ഡേറ്റ്, ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് 15/5/2024 അപ്പം നമുക്ക് ഏകദേശം 1 മാസത്തോളം സമയമുണ്ട്. ഈ 1 മാസത്തിനുള്ളിൽ എന്ത് ചെയ്യുക, പരീക്ഷയ്ക്ക് എല്ലാവരും കൃത്യമായും പരമാവധി നേരത്തെ അപേക്ഷ കൊടുത്ത് പരീക്ഷയ്ക്ക് നല്ല രീതിയിൽ തയ്യാറെടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉറപ്പായിട്ടും തയ്യാറെടുക്കുന്നവർക്ക് എന്തായാലും ഈ ജോലി ലഭിക്കുന്നതായിരിക്കും.